ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്കിൻ കെയറിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ റിവ്യൂ, ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 വീക്ക് 1 വീക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരുപാട് തെറ്റുകളും കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ ഫോൾട്ടുകളൊക്കെ ക്ഷമിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുക, എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതേ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു സൺസ്ക്രീനിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ സൺസ്ക്രീൻ ആദ്യം എന്ന് പറയുമ്പോൾ UV ഡയോക്സിൻ്റെ SPF 50. ആ ഒരു നമുക്ക് ഏറ്റവും നല്ലതാണ് SPF 50 എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഏറ്റവും എൻ്റെ സ്കിന്നിൽ നന്നായിട്ട് ആപ്റ്റ് ആവണ ഒരു സൺസ്ക്രീമാണ് ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തത്. UV ഡയോക്സിൻ്റെ SPF 50 എന്ന സൺസ്ക്രീമാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലം ആയിട്ടില്ല, ആകണേ ഉള്ളൂ. അപ്പോൾ എനിക്കിതുപോലെ തന്നെ ഹോർമോൺ ചേഞ്ചും കാര്യങ്ങളും, അപ്പോൾ രണ്ടാമത്തെ ഡെലിവറിയോടെ ഹോർമോൺ ചേഞ്ചും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സ്കിന്നിൽ വന്നായിരുന്നു. അതിന് സ്റ്റിറോയിഡിൻ്റെ അലർജി, അത് എവിടെ നിന്നാണെന്നറിയില്ല, ക്രീമിൽ നിന്നോ അല്ലെങ്കിൽ കഴിക്കണം മരുന്നിൽ നിന്നോ എനിക്ക് സ്റ്റിറോയിഡിൻ്റെ അലർജി ആയിട്ട് നിറച്ച് പാടുകൾ ഇങ്ങനെ വന്നായിരുന്നു. അപ്പോൾ അത് ഇതുണ്ട്, ഈ ഒരു പാട് മാത്രമേ ഇനി പോകാനുള്ള, ഈ ഒരു കളറിൽ നല്ല ബ്ലാക്ക് ബോഡി, ഈ സൈഡ് മൊത്തം നല്ല രീതിയിൽ തന്നെ പാടുകളുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ എന്നോട് ആക്നി കുറക്കാനായിട്ട് ആദ്യം 2 ഓയിൽമെൻറ്റൊക്കെ തന്നു. ആ കൂട്ടത്തിൽ തന്നാണ് UV ഡയോക്സിൻ്റെ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ ഇടവിട്ട് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണമെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഇത് ഒരു 3-4 മാസം കണ്ടിന്യൂസ് ഞാൻ 4 മണിക്കൂർ ഇടവിട്ട് അപ്ലൈ ചെയ്യുമായിരുന്നു. അപ്പം ഒത്തിരി മാറ്റം, നല്ല ഓയിലി എന്ന് പറഞ്ഞാൽ ഒരു 8 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു സ്കിന്നൊക്കെ എനിക്ക് നല്ല രീതിയിൽ മാറ്റം വന്നായിരുന്നു ഈ സൺസ്ക്രീമൊക്കെ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് 640 അങ്ങനെയാണ് ഇതിലേതോ പ്രൈസ് വന്നത്, ഇതിൻ്റെ പ്രൈസ് വന്നത് UV ഡയോക്സിൻ്റെ. പക്ഷേ ഞാനൊരു പ്രാവശ്യം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഇത് ഓർഡർ ചെയ്ത് മേടിക്കുകയും ചെയ്തു. അപ്പോൾ അത് 500 സംതിങ്ങിന് ഓഫറിൽ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു 3 ട്യൂബ് കഴിഞ്ഞു ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള റിസൾട്ടാണ് എനിക്ക് ഈ സൺസ്ക്രീൻ കൊണ്ട് കിട്ടിയേക്കണം. അപ്പോൾ ഞാൻ വേറെ ഒരു ഫെയർനെസ് ക്രീം ഒന്നും ഞാനിപ്പോൾ യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് നന്നായിട്ട് ഡ്രൈ ആകുമ്പോഴത്തേക്കും മോയ്സ്ചറൈസറും ഇട്ട് ഈ സൺസ്ക്രീമും ഇട്ട് അത് കഴിഞ്ഞിട്ട് ഒരിത്തിരി ടാൽക്കം പൗഡർ എന്ന് വെച്ചാൽ ഒന്ന് ഫ്രഷ്നെസ് വരാണ്ട് ഫേസിൽ. ഇപ്പോൾ ക്രീം തേച്ചതായിട്ട് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാണ്ട് അതൊന്ന് ഫ്രഷ്നെസ് ആവാൻ വേണ്ടി ഞാൻ ടാൽക്കം പൗഡർ എടുക്കും. പോൺസിൻ്റെ അത് സാധാരണ രീതിയിലുള്ളതെന്ന് വെച്ചാൽ എനിക്ക് മറ്റേ ഫൗണ്ടേഷൻ്റെ കോമ്പാക്റ്റ് പൗഡറും ഫൗണ്ടേഷൻ ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കറുത്ത് നല്ല രീതിയിൽ ഒരു ഇരുളിമ എനിക്ക് ഫീൽ ചെയ്യുക. കാരണം ഞാൻ അതൊന്നും യൂസ് ചെയ്യില്ല, പ്രത്യേകിച്ച് കോമ്പാക്റ്റ് പൗഡർ ഇടാറില്ല. അപ്പോൾ ആ ഒരു ഇത് വരുമ്പോൾ നന്നായിട്ട് ഫ്രഷ്നെസ് എൻ്റെ പോകുകയാണ്. അപ്പോൾ ഞാൻ ടാൽക്കം പൗഡർ ആകുമ്പോൾ എനിക്ക് ഇത്രയും കൂടി ഫേസ് ബ്രൈറ്റനിങ് ആയി തോന്നി. അപ്പോൾ ഞാൻ ഇത് രണ്ടുമാണ് മസ്റ്റായിട്ടും യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വിരലിൻ്റെ ഇതിൽ ഈ ഒരു ഭാഗത്തിൽ നമ്മൾ സൺസ്ക്രീം എടുത്തിട്ട് ഓരോ ഭാഗത്ത് ഇങ്ങനെ ഡോട്ടായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും എല്ലായിടത്തും. ഞാൻ ജസ്റ്റ് ഇത് കാണിക്കണേ ഉള്ളൂ. അതിനുശേഷം ഈ ഒരു 3 വിരൽ വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് എല്ലായിടത്തും ഈ ക്രീം എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഫേസ് ഒന്ന് പയ്യെ മസാജ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ റൗണ്ടായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എല്ലായിടത്തേക്കും ഇത് ഫില്ലായി കിട്ടിയിട്ടുണ്ട്. കഴുത്തേൽ നിങ്ങൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ കഴുത്തേൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ അത് എല്ലായിടത്തും, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഫേസിന് നന്നായിട്ട് ഒരു ബ്രൈറ്റനിങ് തോന്നുന്നുണ്ട്. ഞാൻ ആ കൂട്ടത്തിൽ ടാൽക്കം പൗഡർ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട. ആ ഒരു ഇതാണ് നമുക്ക് എല്ലാം. നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളും ചെയ്യണ പോലെ കറക്റ്റായിട്ട് നമുക്ക് ഫേസിൽ കിട്ടുമല്ലോ. ഓരോരുത്തർക്കും ഓരോ ടെക്സ്ചറാണല്ലോ ഫേസ് വന്നത്. ചിലപ്പോൾ നോർമൽ സ്കിന്നുണ്ടാവും, ഓയിലി സ്കിന്നുണ്ടാവും, സെൻസിറ്റീവ് സ്കിന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് നമുക്ക് ആപ്റ്റാവണ ക്രീം നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ എനിക്കിത് ഡോക്ടർ എൻ്റെ ഫേസിനനുസരിച്ച് റെക്കമെൻഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കിന്ന് ഡാമേജ് ആവാണ്ട് നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സ്കിൻ നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ നല്ല രീതിയിൽ
ചികിത്സിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഞാനൊരു 2 മാസമായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ഫേസിൽ ഫേസ് നന്നായിട്ട് ശ്രദ്ധിക്കാൻ നോക്കണം. ഫേസിൽ ഡാമേജോ അങ്ങനെ വരാത്ത രീതിയിൽ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം എനിക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ടും കിട്ടുന്നുണ്ട്. ഒരു ഗ്ലോയും ഒരു ബ്രൈറ്റ്നിങ്ങും എനിക്കിപ്പോൾ ഫേസിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സൺസ്ക്രീം ഇല്ലാതെ ഞാൻ ഒന്നും പോകാറില്ല. മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും. ഡോക്ടർ ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്തതാണ്. ഞാൻ 100% ഞാൻ ഗ്യാരണ്ടിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു മേക്കപ്പും ഞാൻ കാര്യങ്ങളോ ഇട്ടിട്ടില്ല. ജസ്റ്റ് ഒരു പൊട്ട് മാത്രം കുത്തിയിട്ടുള്ളൂ. ബാക്കി ക്രീം ആഡ് ചെയ്യുകയോ ചെയ്തത്. ഇനി കൂട്ടത്തിൽ എവിടെയെങ്കിലും പോകുന്നിടത്ത് ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്യും. അപ്പം 2 ദിവസത്തിൽ 4 മണിക്കൂർ ഇടവിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ പറഞ്ഞേക്കണത്. 50 ഗ്രാമാണ്. അപ്പോൾ യുവിഡിയോ സിലിക്കോൺ സൺസ്ക്രീൻ ജെല്ല്. അപ്പോൾ ഇത് ജെൽ ടൈപ്പ് നിങ്ങൾക്ക് കിട്ടണമെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്കിൻ എത്രയും ഡാമേജ് ആയിട്ടാണ് നമുക്ക് ഈ ജെൽ ടൈപ്പ് സൺസ്ക്രീൻ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ അലർജിയും കാര്യങ്ങളും ആക്നിയും എല്ലാം ഉണ്ടായതുകൊണ്ടാണ് ഡോക്ടർ എനിക്ക് ഈ യുവിഡിയോക്സിൻ്റെ SPF 50 സജസ്റ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് അതിനനുസരിച്ചൊരു റിസൾട്ടും എൻ്റെ ഫേസിന് കിട്ടുന്നുണ്ട്. അപ്പോൾ 100% നമുക്ക് ഷൂട്ടാവുന്ന ഇതാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം.